ശ്രീ പ്രശാന്ത്, ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ കേന്ദ്രം ഒരു ബില്ല് കൊണ്ടുവരികയുണ്ടായി. അത് കേരളത്തിൽ വളരെ ചർച്ച ചെയ്യപ്പെട്ടു. ക്രൈസ്തവ സഭകളെ ബാധിക്കുന്ന കാര്യമാണ്. അവർക്ക് വരുന്ന വിദേശ ഫണ്ടിനെക്കുറിച്ച് അന്വേഷണം, അതിൽ ചില നിയന്ത്രണങ്ങൾ, ഇതൊക്കെ അവർക്ക് വലിയ ഭീഷണി ഉയർത്തുന്നു എന്നുള്ള രീതിയിൽ പ്രതിഷേധമൊക്കെ ഉയർന്നു. ഇനിയിപ്പോൾ പാർലമെൻറ്റിൽ ആ ബില്ല് അധികം വൈകാതെ വരാൻ സാധ്യതയുണ്ട്. അതിന് മുന്നോടിയായിട്ട് ഇവർ പ്രതിഷേധിക്കാൻ തയ്യാറെടുക്കുകയാണ്. കേരളത്തിലെ ക്രൈസ്തവരും ഇതര മതസ്ഥരും ഉണ്ടെന്നാണ് അറിവ്. ആ പ്രതിഷേധം വിലപ്പോകുമോ? ക്രൈസ്തവർ ഇനിയും പ്രാർത്ഥിച്ച് പ്രതിഷേധിക്കാനാണ് പോകുന്നതെന്നാണ് അറിയുന്നത്. പ്രാർത്ഥനയിലൂടെ 28-ാം തീയതി അങ്ങനത്തെ ഒരു പ്രാർത്ഥന യജ്ഞം CBCIയുടെ നേതൃത്വത്തിൽ. അപ്പോൾ CBCIയുടെ തിരുമേനി അങ്ങനെ ഉത്തരവാദിത്തമുള്ള ആരുണ്ട്, ആൻ്റണി പുര എന്നുള്ള ആളാണ് ഇത് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അപ്പം വിശുദ്ധ കുർബാന, ജപമാല, ഉപവാസം, ഇതര മതസ്ഥരെയും കൂടെ അതിനകത്ത് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അതായത് ഈ രൂപതകളുടെ കെയർ ഓഫിൽ ഒപ്പ് ശേഖരണവും മറ്റ് പലതുമൊക്കെ ഉണ്ടായിട്ട് ഇല്ലെങ്കിൽ ഈ പറയുന്ന FCRI നിയമ ഭേദഗതി, നേരത്തെ ബില്ലുള്ളതാണ്. ഇപ്പം നിയമ ഭേദഗതി വരുത്തുന്നത് ന്യൂനപക്ഷങ്ങൾക്ക് വരുന്ന ഫണ്ട് കൈകാര്യം ചെയ്യുന്നതിന്, അല്ലെങ്കിൽ അത്തരത്തിൽ വരുത്തിയല്ല ഫണ്ട് വരത്തില്ല എന്നുള്ള രീതിയിലേക്കുള്ള ഒരു തെറ്റിദ്ധാരണ ആൾക്കാരുടെ ഇടയിൽ പരത്തുന്നതാണല്ലോ ഇത്. FCRI നിയമ ഭേദഗതി എന്ന് പറഞ്ഞാൽ വിദേശത്തുനിന്ന് ഇവിടുത്തെ NGOs സ്വീകരിക്കുന്ന ഫണ്ടിനകത്ത് ഗവൺമെൻറ് ചില നിബന്ധനകൾ കൊണ്ടുവരികയാണ്. നിബന്ധനകളെന്ന് പറയുമ്പോൾ ഫണ്ട് ഇത്തരത്തിലുള്ള ആൾക്കാരായിരിക്കണം സ്വീകരിക്കേണ്ടത്. അതിന് FCRI ലൈസൻസ് ഉള്ള NGOs ഉണ്ട്. അവർക്ക് സ്വീകരിക്കാൻ സാധിക്കത്തുള്ളൂ. പിന്നെ മാത്രവുമല്ല, ഫണ്ട് ഉള്ളതിനകത്തുനിന്ന് വ്യത്യസ്തമായിട്ട് ഈ ബില്ലിനകത്ത് വരുന്ന പണത്തിന് കൃത്യമായ കണക്കുണ്ടാകും. പണ്ട് ഇത് വന്നു, 100 രൂപ വന്നെങ്കിൽ 50 രൂപ അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞ് 100 രൂപ ചിലവാക്കി അതിൻ്റെ ഒരു രേഖ ഉണ്ടാക്കിയാൽ കൊടുത്താൽ മതിയായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ഈ ഫണ്ടുകൾ മൊത്തവും വരുന്നത് ഡൽഹിയിൽ SBI ബാങ്കിൽ, ആ ഒറ്റ ബാങ്കിൽ കൂടി വരാൻ പറ്റത്തുള്ളൂ. ആർക്കൊക്കെയാണ് വന്നിട്ടുള്ളത്, ഇത് എവിടെ നിന്നാണ് വരുന്നത്, എന്തിനു വേണ്ടിയാണ് വരുന്നത്. ഇപ്പം പലതും ഈ പറയുന്ന NGOs, ഇതിൻ്റെ കെയർ ഓഫുള്ള NGOസിനകത്ത് അവർ ഇതിൻ്റെ ഫണ്ട് സ്വീകരിക്കുന്നത്, ഇപ്പം വനസംരക്ഷണത്തിന് ഫണ്ട് സ്വീകരിക്കുന്ന NGOs, അതുപോലെ ഈ കുഞ്ഞുങ്ങളെ വിദ്യാഭ്യാസത്തിന് അല്ലെങ്കിൽ വികലാംഗരായിട്ടുള്ള ഈ അവർക്ക് ഉദ്ധരണത്തിന്, ഇങ്ങനെ പല രീതിയിലേക്കുള്ള NGOs ഉണ്ട്. അതിൻ്റെ ഫണ്ട് ആ അർത്ഥത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ കെയർ ഓഫ് അതിനു വേണ്ടി എന്നുള്ള രീതിയിൽ ഇവിടെ വന്നിട്ട് അതിന് ചിലവാക്കാതെ ഇത് വകമാറ്റി ഈ വരുന്നവർ ഇത് അല്ലെങ്കിൽ ഇത്തരത്തിൽ NGOs ഉണ്ടാക്കിയിട്ടുള്ളവർ അവരുടെ താല്പര്യത്തിനനുസരിച്ചും അവർക്ക് സമ്പത്ത് ഉണ്ടാക്കുന്നതിനും ഏറ്റവും അവസാനം ഇത് തിരയുമ്പോൾ രാജ്യത്തിനകത്ത് രാജ്യവിരുദ്ധ ശക്തികളെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി പോലും ഈ ഫണ്ട് ഉപയോഗിക്കുന്നതായിട്ട് കണ്ടെത്തി. ഇപ്പോൾ ED കഴിഞ്ഞ ദിവസം ഇതിൻ്റെ വളരെ കൃത്യമായിട്ട് കുറേ ഡീറ്റെയിൽസുകൾ എടുത്ത് കേസെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ അടുത്ത ദിവസം നമ്മൾ ഒരു സ്വാമിയുടെ മരണം ഈ പറയുന്ന പോലെ ഇവാഞ്ചലിക്കൽ ക്രൈസ്റ്റ് മാവോയിസ്റ്റുകളെ സ്വാധീനിച്ച് നടത്തിയാന്ന് പറഞ്ഞുകൊണ്ട് അതിപ്പം കേസ് തെളിവായിട്ട് വന്നിട്ടുണ്ടല്ലോ. ആ സ്വാമിയുടെ പേര് ഞാൻ ഓർക്കുന്നത്, 2 ദിവസം മുമ്പ് സാറ് വാർത്തകളിൽ കണ്ടു കാണും. അപ്പം ഇത് മതപരിവർത്തനം, ഈ മാവോയിസ്റ്റ് മേഖലയിലാണ് ഇവരുടെ പ്രവർത്തനം, ഇവാഞ്ചലിക്കൽ ക്രൈസ്റ്റിൻ്റെ പ്രവർത്തനം വളരെ കൃത്യമായിട്ട് നടക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഈ എല്ലാ സഭകളും സാറ് പറഞ്ഞതുപോലെ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വലിയ വേളം ഉണ്ടാക്കി. ഇവിടുത്തെ പ്രധാനപ്പെട്ട ക്രിസ്ത്യൻ സഭകൾ, നമ്മളൊക്കെ അറിയാവുന്ന പ്രധാനപ്പെട്ട സഭകളുണ്ടല്ലോ, അവർക്കൊന്നും സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഫണ്ട് പോലും വരുന്നില്ല. ഇത് ഇവാഞ്ചലിക്കൽ ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനം മുഴുവൻ അവർക്കും പേരുദോഷം നിൽക്കുക അല്ല, അവരും കൂടെ ഇതിൻ്റെ പുറകെ നിൽക്കുകയാണ്. മനസ്സിലായി? തിരുമേനിമാരുൾപ്പെടെ ഉള്ളവരന്ന് പ്രസ്താവനയായിട്ട് വന്നല്ലോ. അപ്പം എന്താ എന്നുള്ള രീതിയിൽ ഇപ്പം തെറ്റിദ്ധരിപ്പിക്കുന്ന അവർക്കിനിയും ഫണ്ട് വരത്തില്ല, വിദേശ ഫണ്ട് സ്വീകരിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ അത്തരത്തിൽ കാര്യങ്ങളാണ് ന്യൂനപക്ഷം. ഇത് ന്യൂനപക്ഷത്തിന് മാത്രമല്ലല്ലോ, ഇതിന് മുസ്ലിങ്ങൾക്ക്, ഹിന്ദുക്കൾക്ക്, ക്രിസ്ത്യാനികൾക്കെല്ലാം FCRI ഫണ്ട് സ്വീകരിക്കാം. മാതാമൃതാനന്ദമയുടെ നേരത്തെ ഈ പറഞ്ഞതുപോലെ ഫണ്ട് FCRI ഫണ്ട് കറക്റ്റ് അല്ലാത്ത ഒരു 1-2 NGOസിനെ താക്കീത് കൊടുത്താൽ അല്ലെങ്കിൽ അത് ഫ്രീസ് ചെയ്യുക നിർത്തുകയൊക്കെ ചെയ്താലോ. അമൃതാനന്ദമായി ക്രിസ്ത്യാനിയായിട്ടാണ്. അപ്പം ന്യൂനപക്ഷങ്ങൾക്കാണ് ഇത് കൂടുതൽ വരുന്നത്. അപ്പം ന്യൂനപക്ഷങ്ങൾ കൂടുതൽ വരുമ്പം ഇതിനകത്ത് ഭേദഗതി എന്ന് പറയുന്ന കാര്യത്തിനകത്ത് ഈ പറയുന്നത് പോലെ ഉടക്കുണ്ടാക്കുന്നതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ
ഈ പറയുന്ന ഫണ്ടുകൾ ദുർവിനിയോഗം ചെയ്യുന്നു എന്നുള്ള കാര്യത്തെപ്പറ്റി ഈ പറയുന്ന ഉടക്കുള്ളവർക്ക് വളരെ കൃത്യമായിട്ട് ബോധ്യമുണ്ട്. കാരണം മാവോയിസ്റ്റുകൾ എന്ന് പറയുന്നത് അറിയാമല്ലോ, ഇന്ത്യയിലെ ഏറ്റവും ഇന്ത്യക്കകത്ത് ഇന്ത്യയുടെ പുരോഗതിക്ക് തടസ്സം നിൽക്കുകയും ഇന്ത്യ ചിഹ്നഭിന്നമാക്കാൻ നിൽക്കുകയും അത്തരത്തിൽ ആൾക്കാരെ സംഘടിപ്പിക്കുകയും രാജ്യത്തിന്റെ ശത്രുക്കൾ നമ്മുടെ പട്ടാളക്കാരെയും പോലീസുകാരെയും അല്ലെങ്കിൽ നമ്മുടെ ഈ ഭരണഘടനാ സംവിധാനത്തെ മൊത്തം അട്ടിമറിക്കാൻ നിൽക്കുന്ന ഒരു ഇതാണ്. അതിനെ ഇപ്പം ആ ഒരു പ്രത്യേക ഓപ്പറേഷൻ നടത്തി മൊത്തം ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവർക്ക് വേണ്ട രീതിയിലുള്ള ഫണ്ട് കൊടുത്ത് അവരെ പ്രൊമോട്ട് ചെയ്ത് അവരെ ഈ പറയുന്നത് പോലെ പല കാര്യത്തിനകത്തും ഈ ഉപയോഗിക്കുന്നു. അതായത് ഈ മതപരിവർത്തനത്തിന് വേണ്ടിയാണ് വേറെ രീതിയിൽ ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ മതപരിവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതിനെക്കാട്ടിൽ വലിയ ഭീകരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ മറ്റ് പല മതമേലധ്യക്ഷന്മാരെയും അതുപോലെ സന്യാസിമാരെയും മറ്റ് മതത്തിൻ്റെ നേതാക്കന്മാരെയും അല്ലെങ്കിൽ ആ മതത്തിന് സ്വാതന്ത്ര്യമായിട്ട് പ്രവർത്തിക്കാൻ പറ്റാത്ത രീതിയിലേക്കുള്ള പ്രവർത്തനവും അല്ലെങ്കിൽ അതിനു വേണ്ടി ഈ പറയുന്ന ഈ മാവോയിസ്റ്റുകളെ പോലെയും അല്ലെങ്കിൽ ഇത്തരത്തിൽ ക്രിമിനൽസിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ അവർക്ക് വേണ്ട ഫണ്ടും അവർക്ക് വേണ്ട സംവിധാനങ്ങളും ഒക്കെ ഒരുക്കുന്നതിനകത്ത് ഇത് നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ FCRA ഫണ്ട് ഇതിനകത്ത് നിയമ ഭേദഗതി വളരെ കൃത്യമായിട്ട്, കാരണം ഇതിനകത്ത് ഒരു സുപ്രഭാതത്തിൽ കേന്ദ്ര ഗവൺമെന്റിന് അങ്ങ് തോന്നിയതല്ല FCRA ഈ ഫണ്ടിനകത്ത് നിയമ ഭേദഗതി കൊണ്ടുവരണമെന്ന്. കാരണം ഇതിനകത്ത് ഓരോ കേസുകൾ ഇപ്പോൾ രാജ്യത്തിനകത്ത് നടക്കുന്ന പല കേസുകളുണ്ട്. ഇതിനകത്ത് ഒന്നാമത് രാജ്യത്തിന്റെ ശത്രുക്കളായിട്ട് വരുന്ന ഒന്ന് ഇസ്ലാമിസ്റ്റുകളാണ്. അപ്പോൾ അതുപോലെ തന്നെ ശത്രുക്കളായിട്ട് വന്നിരിക്കുന്ന ഒരു വിഭാഗമാണ് ആർക്കും അറിയാൻ വയ്യാത്ത ഈ ഇവാഞ്ചലിക്കൽ ക്രൈസ്റ്റ്. ഈ ഇവാഞ്ചലിക്കൽ ക്രൈസ്റ്റ് ആണ് ഈ 7 സിസ്റ്റേഴ്സ്. അത് ഒരുപക്ഷെ നമ്മുടെ മണിപ്പൂരിൽ ഉൾപ്പെടെ ഈ പറയുന്ന വിധ്വംസക പ്രവർത്തനം നടത്തുന്നതിന് വളരെ കൃത്യമായിട്ട് നേതൃത്വം കൊടുക്കുന്നു. ആ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പണ്ട് പരിവർത്തനം നടന്നില്ലേ. അപ്പോൾ രാജ്യത്തിനകത്ത് ഇവർ പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ രീതിയിൽ മതപരിവർത്തനം നടത്തി രാജ്യത്തിനെതിരെയുള്ള ഒരു വോട്ട് ബാങ്കിനെ സൃഷ്ടിക്കുകയാണ്. അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിനെതിരെ, അതായത് ഏറ്റവും ഭീകരമായിട്ട് മറ്റു പലരും ഇവിടെ ബോംബ് പൊട്ടിക്കുകയും മറ്റു പലതൊക്കെ ചെയ്യുമ്പം ഇവിടുത്തെ ജനാധിപത്യ സംവിധാനത്തെ തന്നെ അട്ടിമറിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ജനങ്ങളെ കൈകാര്യം ചെയ്തെടുക്കുന്ന ഒരവസ്ഥയിലേക്ക് എന്നിട്ട് മറ്റു പലതിനും വേണ്ടി ഇത് ഉപയോഗിക്കും. അപ്പം നമ്മൾ PFIക്കാരനെ പിടിച്ചുകൊണ്ട് പോകുന്നതിന് PFIക്കാരൻ ഇന്ത്യ മഹാരാജ്യത്ത് ഒരുപക്ഷെ ജനാധിപത്യത്തിൽ കൂടി അധികാരത്തിൽ വരാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അവൻ 2047 ആകുമ്പോഴത്തേന് ഇന്ത്യ മഹാരാജ്യം പിടിക്കാൻ കായികമായിട്ട് ആൾക്കാരെ പ്രിപ്പയർ ചെയ്യുന്നു. അതിനുവേണ്ടി ഈ വിദേശത്തുള്ള ഈ ഭീകരവാദികളും നിരപരാധികളുടെയും സഹായം മേടിക്കുന്നു, അവരെ ട്രെയിനിങ് മേടിക്കുന്നു, അത്തരത്തിൽ ട്രെയിനിങ് കൊടുക്കുന്നു, മറ്റും അവരുടെ ഭാഗമല്ലാതെ നിൽക്കുന്നവരെ ഏത് രീതിയിലും വകവരുത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമം. ആ രീതിയിലെ കാര്യങ്ങൾ വന്നപ്പോൾ ഇത് അന്വേഷിച്ച് പോയപ്പം ഇന്ത്യ മഹാരാജ്യത്തെ അട്ടിമറിക്കുന്നതിനും കലാപം ഉണ്ടാക്കുന്നതിനും വേണ്ടിയുള്ള രീതിയിലേക്ക് ഇതിൻ്റെ പ്രവർത്തനം വലിയ വലിപ്പത്തിലാവുകയും ഈ പ്രവർത്തനം പല മേഖലയിൽ കൂടി ഇതുപോലുള്ള NGOസിനകത്ത് മറ്റ് രീതിയിലുമൊക്കെ ഫണ്ട് വരുമായിരുന്നു. അവരുടെയും പല NGOs ഇതുപോലുണ്ട്. ഈ വാരൻ്റെ പ്രവർത്തനം നടത്തുന്നതെന്ന് പറഞ്ഞിട്ട് കണ്ടിട്ടില്ല. സത്യശരണിയോ അല്ലെങ്കിൽ മറ്റു പലതും ഇതൊക്കെ കോടിക്കണക്കിന് രൂപയല്ലേ, ഇതൊന്നും ആരും തിരക്കിയിട്ടില്ല. ഇത് സംഘടിതമായിട്ടുള്ള ഒരു വോട്ടാണ്, അതിനെപ്പറ്റി തിരക്കിയാൽ പ്രശ്നമാണ്. അതെല്ലാം തിരക്കി കഴിയുമ്പോൾ ഇതൊരു ജാതിയുടെയും മതത്തിൻ്റെയും പ്രവർത്തനത്തിന് വിഘ്നം നിൽക്കുന്ന രീതിയിലേക്കുള്ള അതാണെന്ന് കണ്ടുകൊണ്ട് ഇവിടുത്തെ പ്രത്യേകിച്ചും കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടി BJP ഇവിടെ ഈ പറഞ്ഞതുപോലെ ഇല്ലല്ലോ. അല്ലെങ്കിൽ അത് ഈ അത്തരത്തിൽ ജനപ്രതിനിധികളെ ഉണ്ടാക്കുന്ന രീതിയിലും സ്വാധീനിക്കാൻ പറ്റുന്ന രീതിയിലും ആയിട്ടില്ലല്ലോ. മറ്റു പല രണ്ടുപേരും ഈ ഇവിടെ ഒരു 10-30% വോട്ട് ഒരു വിഭാഗത്തിൻ്റെ ഉണ്ടെന്നും അത് സംഘടിതമായതുകൊണ്ട് ഇല്ലാത്ത അല്ല നെറിയില്ലാത്ത കാര്യങ്ങൾക്ക് പോലും മൊത്തം മുസ്ലിങ്ങളും ആ ഭാഗമാണെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ ചെറിയ ശതമാനം ആൾക്കാർ ഈ ഭാഗമുള്ളവരെ പോലും കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി എന്തെങ്കിലും ആക്ഷേപം ഉണ്ടോ എന്ന് വിചാരിച്ച് ഭയന്നിരിക്കുന്ന ഒരു ഭരണകൂടവും അത്തരത്തിൽ അതിന് ഏറ്റവും വലിയ വലുപ്പത്തിൽ വളരാൻ ഒക്കുന്ന ഒരു ഇടവുമായിട്ട് കേരളം മാറി. അതുകൊണ്ട് കേരളത്തിൽ നിന്ന് ഇന്ത്യ മൊത്തം റെയ്ഡ് നടത്തിയപ്പോൾ മറ്റു പല സംസ്ഥാനങ്ങളിലും പിടിച്ചതിനെക്കാട്ടി കൂടുതൽ നേതാക്കന്മാരെ ഇവിടുന്ന് പിടിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു അവസ്ഥ വന്നു. ഇപ്പോൾ FCRA ഫണ്ടിൻ്റെ കാര്യം വരുമ്പോഴും ഇന്ത്യയിലുടനീളം ആണ് ഈ ഫണ്ട് അല്ലെങ്കിൽ അത്തരത്തിൽ NGOസിനെ നിയന്ത്രിക്കുന്നത്. 10-15 NGOs ഈ രീതിയിലുണ്ട്. അപ്പം അതിനകത്തൊന്നും അവിടെ എങ്ങും ഇല്ലാത്ത രീതിയിലേക്കുള്ള ഒരു പ്രഷർ കൊണ്ടുപോകാൻ അല്ല കൊണ്ടുവരാൻ നിൽക്കുന്ന ഒരു ഇടം കേരളമാണ്. അപ്പം പക്ഷെ ആ ബില്ല് കഴിഞ്ഞ പ്രാവശ്യം തെരഞ്ഞെടുപ്പിന് മുമ്പ് വന്ന് ചർച്ച ചെയ്തുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ക്രൈസ്തവ മേഖലകളിൽ നിന്നുള്ള വോട്ട് മാറി മറിഞ്ഞിട്ടുണ്ടോ? അല്ല, ക്രൈസ്തവ മേഖലയിലുള്ള വോട്ട് കിട്ടുമെന്ന് കണ്ടല്ലേ ആ ബില്ല് വന്നപ്പോൾ പാസ്സാക്കാൻ നോക്കുമ്പോൾ ക്രിസ്ത്യാനികൾ മതമേലധ്യക്ഷന്മാർ അഭിപ്രായം പറയുന്നത് കണ്ടുകൊണ്ട് ഇവിടുത്തെ BJPയുടെ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെ PC ജോർജ് ഉൾപ്പെടെ ഷോൺ ജോർജ് ഉൾപ്പെടെ ഞങ്ങൾ ഏറ്റു എന്ന് പറഞ്ഞുകൊണ്ട് പോയി അവിടെ ചെന്നിട്ട് മാറ്റി വെക്കുന്ന ഒരു അവസ്ഥയുണ്ട്. കിരൺ റിജിജുവിനെ കൊണ്ട് പറയുന്ന ഒരു അവസ്ഥ ഒന്നല്ല. പക്ഷേ ക്രിസ്ത്യാനി ആ കൃത്യമായിട്ട് BJPക്കാരന് ചെയ്യേണ്ട പണി അവർ ചെയ്തു കൊടുത്തു. ഒരു ശതമാനം പോലും സഹായിക്കുന്ന ഒരവസ്ഥയില്ല. അപ്പോൾ പിന്നെ ഇപ്പം അത് കേന്ദ്ര ഗവൺമെന്റിന് വളരെ കൃത്യമായിട്ട് മനസ്സിലായല്ലോ മാറ്റിവെച്ചതിൻ്റെ കാരണം, അല്ലെങ്കിൽ ക്രിസ്ത്യൻ മേഖലയിൽ BJPക്ക് ഉണ്ടായ സഹായം എത്രത്തോളം ഉണ്ടെന്ന്. അതുകൊണ്ട് ഇപ്പം അത് മനസ്സിലായതും BJP ശക്തമായിട്ട് വരികയും ചെയ്യുകയും ഈ ബില്ല് പാസ്സാവുകയും ചെയ്യുന്ന ഒരു അവസ്ഥ വന്നപ്പോഴാണ് ഏറ്റവും അവസാനം നമ്മൾ പറയത്തില്ലേ
ഇനി മാർഗമൊന്നുമില്ല, ദൈവം മാത്രമേ ഉള്ളൂ മാർഗം എന്ന് പറഞ്ഞ പോലെ പ്രാർത്ഥിക്കാം അതേ കൂടെയുള്ള പ്രതിഷേധം. ഏതായാലും ഏത് പ്രാർത്ഥന വന്നാലും CRA ബില്ല് ഭേദഗതി വളരെ കൃത്യമായിട്ട് വരുത്തിയിരിക്കും. അത് കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ഈ വരുന്ന ഫണ്ട് രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ള കണ്ടെത്തലിൻ്റെ ഭാഗമായിട്ടാണ്. അത് EDയും NIAയും ഒക്കെ അത്തരത്തിൽ പല കേസുകൾ അന്വേഷിച്ചപ്പോൾ ആ വഴിക്ക് തന്നെയാണ് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് എത്ര പ്രാർത്ഥിച്ചാലും ഒരു കാര്യം ഉറപ്പാണ്, ബില്ല് നരേന്ദ്രമോദി കൊണ്ടുവരും, ഭേദഗതി വരുത്തും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.